ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇഫ് പി ഈസ് ടു ക്യൂ ഈസ് ദ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് പി മൈനസ് എക്സ് സ്ക്വയർ ഈസ് ടു ക്യൂ മൈനസ് എക്സ് സ്ക്വയർ, ദെൻ എക്സ് സ്ക്വയർ ഈസ്. ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? പി ഈസ് ക്യൂ എന്ന് പറഞ്ഞ റേഷ്യോ ഉണ്ട്. ആ റേഷ്യോന്റെ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ആണ് ക്യൂ മൈനസ് എക്സ് സ്ക്വയർ ഈസ് ടു ക്യൂ മൈനസ് എക്സ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയറിന്റെ വാല്യൂ എന്താണ് വരാന്നാണ് ചോദിക്കുന്നത്. പി ഈസ് ടു ക്യൂ എന്ന് പറഞ്ഞ റേഷ്യോ ഉണ്ട്. പി മൈനസ് എക്സ് സ്ക്വയർ ഈസ് ടു ക്യൂ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ റേഷ്യോ ഉണ്ട്. ഈ റേഷ്യോന്റെ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ആണ് പി മൈനസ് എക്സ് സ്ക്വയർ ഈസ് ടു ക്യൂ മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ളത്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എക്സ് സ്ക്വയറിന്റെ വാല്യൂ എന്താണ് വരാന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ല? സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് പി മൈനസ് എക്സ് സ്ക്വയർ ഈസ് ടു ക്യൂ മൈനസ് എക്സ് സ്ക്വയർ ആണ്. ദാറ്റ് മീൻസ് നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കുന്ന സമയത്ത് പി ബൈ ക്യൂ എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഇത് ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഫ്രാക്ഷനിലേക്ക് മാറ്റുന്ന സമയത്ത് പി ബൈ ക്യൂ എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഇപ്പോഴാണെങ്കിൽ പി മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ ക്യൂ മൈനസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു അല്ലെ. ഇതിന്റെ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് പി മൈനസ് എക്സ് സ്ക്വയർ ഈസ് ടു ക്യൂ മൈനസ് എക്സ് സ്ക്വയർ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇതിനെ റൂട്ട് ചെയ്യല്ലേ ചെയ്യേണ്ടത്. ഈ തന്നിട്ടുള്ള ഈ റേഷ്യോയുടെ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ചെയ്തപ്പോഴാണ് പി ഈസ് ടു ക്യൂ കിട്ടിയിട്ടുള്ളത്. ദാറ്റ് മീൻസ് റൂട്ട് പി മൈനസ് എക്സ് സ്ക്വയർ എന്നാണ് വരാം. ഈ റൂട്ട് ഈക്വൽ ടു ഇങ്ങോട്ട് വരാണെങ്കിൽ സ്ക്വയർ എന്നല്ല അർത്ഥം. ദാറ്റ് മീൻസ് പി സ്ക്വയർ ഡിവൈഡ് ബൈ ക്യൂ സ്ക്വയർ ഈസ് ഈക്വൽ ടു പി മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ ക്യൂ മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. ഈ റൂട്ട് ഞാൻ ഈക്വൽ ടുവിന്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അത് സ്ക്വയർ ആയിട്ട് മാറി. ഈ തന്നിട്ടുള്ളതിനെ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ചെയ്തപ്പോഴാണ് പി ഈസ് ടു ക്യൂ കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ സ്ക്വയർ ചെയ്താലല്ലേ ഇത് കിട്ടാം. മീൻസ് ഈ റൂട്ട് ഈക്വൽ ടു കൊണ്ട് വന്നപ്പോൾ എന്തായി? സ്ക്വയർ ആയിട്ട് മാറി. ഈ എഴുതിയിട്ടുള്ള ഇക്വേഷന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ അല്ല? ആ തന്നിട്ടുള്ള ആ ഇക്വേഷൻ, ആ ക്വസ്റ്റ്യനിലുള്ള സ്റ്റേറ്റ്മെന്റിനെ ഞാനൊരു ഇക്വേഷൻ ഫോർമാറ്റിലേക്ക് മാറ്റി. പി ഈസ് ടു ക്യൂ ഈസ് എ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് പി മൈനസ് എക്സ് സ്ക്വയർ ഈസ് ടു ക്യൂ മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ളത് ഞാനൊരു ഇക്വേഷൻ ഫോർമാറ്റിലേക്ക് മാറ്റാൻ ചെയ്തത്. സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോക്ക് പകരം ഇവിടെ റൂട്ട് കൊടുക്കുന്ന പകരം ആൻസറിൽ സ്ക്വയർ കൊടുത്തു. ഇപ്പോൾ 16:24 സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് 4:5 ആണല്ലോ. അപ്പൊ ഞാൻ ഇവിടെ റൂട്ട് ചെയ്താൽ എനിക്ക് കിട്ടുന്ന ആൻസറും ഇവിടെ സ്ക്വയർ ചെയ്താൽ എനിക്ക് കിട്ടുന്ന ആൻസറും സെയിം അല്ലല്ലോ. ഒന്നുകിൽ റൂട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, ഒന്നുകിൽ റൂട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം അല്ലേ? ഇങ്ങനെ എഴുതിയാലും ശരിയാണ്. 16:25 ഈക്വൽ ടു 4 സ്ക്വയർ 5 സ്ക്വയർ എന്ന് എഴുതിയാലും ഈക്വൽ അല്ലേ? അപ്പൊ ഞാൻ ഇവിടെ റൂട്ടിന് പകരം സ്ക്വയർ എന്ന് എഴുതി. ഓക്കെ അല്ലേ? ഇനി അടുത്തത് എനിക്ക് എക്സ് സ്ക്വയറിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ, ഇത് ഡിവൈഡഡ് ബൈ അല്ല, ഈക്വൽ ടു ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഓൾറെഡി ഒരു പി സ്ക്വയർ ഉണ്ട്. ഇത് ഈക്വൽ ടു ഇങ്ങോട്ട് വരുമ്പോൾ ഇൻറ്റു ആവും, ക്യൂ മൈനസ് എക്സ് സ്ക്വയർ എന്നാവും. ഈക്വൽ ടു ഇത് ഡിവൈഡഡ് ബൈ അല്ല, ഈക്വൽ ടു അങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു ക്യൂ സ്ക്വയർ ഇൻറ്റു പി മൈനസ് എക്സ് സ്ക്വയർ. പി മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഒരു നമ്പർ അല്ലേ, അപ്പൊ അതുകൊണ്ട് അതിന് ഞാൻ ബ്രാക്കറ്റ് എടുത്ത് കൊടുത്തു. ഇൻറ്റു എന്ന് പറയുമ്പോൾ ഇതിന് രണ്ടെണ്ണത്തിനും ബാധകമാണെന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ വാല്യൂ രണ്ടാമത്തെ വാല്യൂനായിട്ട് മൾട്ടിപ്ലൈ. പി സ്ക്വയർ ഇൻറ്റു ക്യൂ എന്ന് പറയുമ്പോൾ ക്യൂ പി സ്ക്വയർ മൈനസ് പി സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ പി സ്ക്വയർ എക്സ് സ്ക്വയർ ഈസിക്കൽ ടു ക്യൂ സ്ക്വയർ ഇൻറ്റു പി എന്ന് പറയുന്നത് ക്യൂ സ്ക്വയർ പി മൈനസ് ക്യൂ സ്ക്വയർ എക്സ് സ്ക്വയർ എന്നാവും. ഓക്കെ അല്ലെ? എക്സ് സ്ക്വയറിന്റെ വാല്യൂ ആണ് എന്നോട് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. എക്സ് സ്ക്വയർ ഈസിക്കൽ ടു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സിന്റെ എല്ലും ഞാൻ ഒരേ സൈഡിലേക്ക് തന്നെ കൊണ്ടുവരാണ്. എക്സിന്റെ എല്ലും ഞാൻ ഈ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാണ്. ഈ മൈനസ് ക്യൂ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ എന്നുള്ളത് ഈക്വൽ ടു ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? പ്ലസ് എന്നാവും അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ക്യൂ സ്ക്വയർ എക്സ് സ്ക്വയർ, ഇവിടെ ഓൾറെഡി മൈനസ് പി സ്ക്വയർ എക്സ് സ്ക്വയർ ഉണ്ട്, അപ്പൊ ഞാൻ അത് അവിടെ എഴുതി. ഇവിടെ ക്യൂ സ്ക്വയർ പി ഉണ്ട്. ഇതാണ് ഇനി ബാക്കിയുള്ളത്, അത് ഞാൻ ഈക്വൽ ടു ഇങ്ങോട്ട് കൊണ്ടുവരാം കേട്ടോ. ഇത് പ്ലസ് ആണ്, ഇങ്ങോട്ട് വന്നപ്പോൾ മൈനസ് ക്യൂ പി സ്ക്വയർ എന്നായി. ഓക്കെ, ഇനി എക്സ് സ്ക്വയറിന്റെ വാല്യൂ കാണാൻ പറഞ്ഞില്ല. ഇവിടെ രണ്ട് എക്സ് സ്ക്വയർ ഉണ്ട്. എക്സ് സ്ക്വയറിനെ ഞാൻ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ ഉണ്ട്. ഇവിടെ എന്താ പിന്നെ ബാക്കിയുള്ളത്? ക്യൂ സ്ക്വയർ ബാക്കിയുണ്ട്. ഇവിടെ എന്താ ബാക്കിയുള്ളത്? പി സ്ക്വയറും ബാക്കിയുണ്ട്. ഓക്കെ അല്ലേ?
ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുത്തു. ഇവിടെയും പി ക്യൂ കോമൺ ആണ്. അപ്പൊ ഞാൻ പി ക്യൂ കോമൺ ആയിട്ട് എടുത്തു. ഇതിന്ന് പി ക്യൂ എടുത്തു. ഇവിടെ പിന്നെ ബാക്കി എന്താ ഉണ്ടാവുക? ഒരു ക്യൂ ബാക്കി ഉണ്ടാവും. ഇവിടെ 2 ക്യൂവും ഒരു പിയും അല്ല ഉള്ളത്. അതിലൊരു പിയും ഒരു ക്യൂ ഞാൻ എടുത്ത ഇവിടെ ഒരു ക്യൂ ബാക്കി ഉണ്ടാവും. ഇവിടെ പിയും ക്യൂ എടുത്ത ഇവിടെ ഒരു പി ബാക്കി ഉണ്ടാവും. ഓക്കെ അല്ലേ? പിയും ക്യൂ എടുത്തു. ഇവിടെ ഒരു ക്യൂവും പിയും ആണ് ബാക്കിയുള്ള. എക്സ് സ്ക്വയർ ആണ് എനിക്ക് കാണേണ്ടത്. ഇത് ഇൻറ്റു ആണ്. ഈക്വൽ ടുന്റെ അങ്ങോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ ആവും. ക്യൂ സ്ക്വയർ മൈനസ് പി സ്ക്വയർ എന്നായി. ഓക്കെ അല്ലേ? ഇനി മാത്സിൽ കുറച്ച് ഐഡന്റിറ്റീസ് വരുന്നുണ്ട്. ഓക്കെ അല്ലേ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. നിങ്ങൾ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. ഇതെന്താണ്? ഐഡന്റിറ്റി ആണ്. ഇതിങ്ങനെ തന്നെ പഠിക്കാനുള്ള ഒരു ഐഡന്റിറ്റി ആണ്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 4 പ്ലസ് 4ac. എ പ്ലസ് ബി ആണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? അതേപോലെ തന്നെ വരുന്നൊരു ഐഡന്റിറ്റി ആണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അങ്ങനെയാണെങ്കിൽ ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോർമാറ്റിലല്ല ഉള്ളത്. ഞാൻ അതിനെ ഈ ഒരു ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാണ് കേട്ടോ. എക്സ് സ്ക്വയർ ഈക്വൽ ടു പി ക്യൂ ഇൻറ്റു ക്യൂ മൈനസ് പി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി എന്ന് പറയുന്നത് ഇവിടെ എയും ക്യൂവും പിയും അല്ല. അപ്പൊ ക്യൂ പ്ലസ് പി ഇൻറ്റു ക്യൂ മൈനസ് പി എന്നാവും. ഓക്കെ അല്ലേ? ഇവിടെ മുകളിൽ ഞാൻ എന്തിനത് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുള്ളത് എന്തിനാ വെച്ചാൽ എനിക്ക് ഇവിടെ ക്യൂ മൈനസ് പി ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഐഡന്റിറ്റി ഉണ്ട്. ആ ഐഡന്റിറ്റി ഇവിടെ ഏതാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതും ക്യാൻസൽ ചെയ്യാൻ പറ്റും എന്നുള്ള ഓൾറെഡി എൻ്റെ മൈൻഡിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഐഡന്റിറ്റി ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റി എഴുതിയിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പം ഈ ഐഡന്റിറ്റി നിങ്ങൾക്ക് ഓൾറെഡി എന്ത് ചെയ്യണം? ബൈഹാർട്ട് അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താക്കുമ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടിയത്. അപ്പോൾ ഇതിങ്ങനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റും ഈ ഐഡന്റിറ്റിയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ എന്നുള്ളത് അറിഞ്ഞിരിക്കണം. എക്സ് സ്ക്വയർ ഈക്വൽ ടു പി ക്യൂ ഡിവൈഡ് ബൈ ക്യൂ പ്ലസ് പി എന്നാവും. ഇത് ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടോ? പി ഇൻറ്റു ക്യൂ ഡിവൈഡ് ബൈ പി പ്ലസ് പി. ഓക്കെ അല്ലേ? ഇത് തന്നിട്ടുള്ളതിനെ നമ്മൾ എന്ത് ചെയ്തു? പി മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ ക്യൂ മൈനസ് എക്സ് സ്ക്വയർ. ഇത് സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുമ്പോൾ ഞാൻ ഇതിന് സ്ക്വയർ ചെയ്തു. പി സ്ക്വയർ ഡിവൈഡ് ബൈ ക്യൂ സ്ക്വയർ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്തു. പി സ്ക്വയർ ഇൻറ്റു ക്യൂ മൈനസ് എക്സ് സ്ക്വയർ ക്യൂ മൈനസ് പി മൈനസ് എക്സ് സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തതിന് ശേഷം എന്ത് ചെയ്ത് എത്രത്തോളം മാക്സിമം കട്ട് ചെയ്ത് ക്യാൻസൽ ചെയ്ത് ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം മാക്സിമം ക്യാൻസൽ ചെയ്ത് ചെറുതാക്കാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ഓപ്ഷൻ സി എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ 21ാമത്തെ ക്വസ്റ്റ്യന് ഇഫ് 2s ഈസ് ടു 3t ഈസ് ദ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് 2s മൈനസ് പി ഈസ് ടു 3t മൈനസ് പി. ഇതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാട്ടോ വരുന്നത്. എന്താ പറഞ്ഞിട്ടുള്ളത്? 2s മൈനസ് പി ഈസ് ടു 3t മൈനസ് പി. 2s മൈനസ് t ഈസ് ടു 3s മൈനസ് p ഈസ് ടു 3t മൈനസ് പി എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞിട്ടുള്ളത്? ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് 2s മൈനസ് പി ഈസ് ടു 3t മൈനസ്. ഇതിന്റെ ഈ തന്നിട്ടുള്ള റേഷ്യോന്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എടുത്താൽ എന്ത് കിട്ടും എന്ന് പറഞ്ഞിട്ടുള്ളത്? ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എടുത്താൽ 2s ഈസ് ടു 3t കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2s ഈസ് ടു 3t കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ആണ്. അപ്പൊ ഇതിനെ ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ 2s മൈനസ് പി ഡിവൈഡ് ബൈ 3t മൈനസ് പി ഈസ് ഇക്വൽ ടു 2s ഡിവൈഡ് ബൈ 3t. ഈ തന്നിട്ടുള്ള ഈ 2s മൈനസ് പി ഡിവൈഡ് ബൈ 3t മൈനസ് പിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്ന സമയത്താണ് 2s ഡിവൈഡ് ബൈ 3t എന്ന് പറയുന്നത്. ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാന്ന് പറയുമ്പോൾ സ്ക്വയർ ചെയ്യുക. ഡിനോമിനേറ്ററിന് ന്യൂമറേറ്ററിന് സ്ക്വയർ ചെയ്യുന്നതിനാണ് ഡ്യൂപ്ലിക്കേറ്റ് ആക്കാന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക? റൂട്ട്. ഇവിടെ ഞാൻ സ്ക്വയർ കൊടുത്തു. ഓക്കെ അല്ലേ? ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് 2s മൈനസ് പി ഡിവൈഡ് ബൈ 3t മൈനസ് പി എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുമ്പോൾ ഇതിനെ സ്ക്വയർ ചെയ്യുന്നതാണ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? a മൈനസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab. ഇങ്ങനെ ഒരു ഐഡന്റിറ്റി പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? ഇങ്ങനെ ഒരു ഐഡന്റിറ്റി ഉണ്ട്. പഠിച്ചിട്ട് ഓർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഐഡന്റിറ്റി ഉണ്ട്. ഓക്കെ അല്ലേ? ഇവിടെ ഉള്ള തന്നിട്ടുള്ള ഇക്വേഷൻ ഏത് ഫോർമാറ്റിൽ തന്നെ ഉള്ളത്? എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള ഫോർമാറ്റിലല്ല ഉള്ളത്. അപ്പൊ 2s മൈനസ് പി എന്നുള്ള നമ്മൾ ഏത് ഫോർമാറ്റിലേക്ക് മാറ്റണം? എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള ഫോർമാറ്റിലേക്ക് മാറ്റണം. അങ്ങനെയാണെങ്കിൽ 2s സ്ക്വയർ പ്ലസ് പി സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 2s ഇൻറ്റു പി എന്നാവും.
ഓക്കെ, ഇതിന് ഞാൻ ഡയറക്റ്റ് ഷോർട്ട് ആക്കിയിട്ട് എഴുതാണ് കേട്ടോ. 2ന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ 4s² പ്ലസ് p². 2 × 2 എന്ന് പറഞ്ഞാൽ 4, ദാറ്റ് മീൻസ് -4sp എന്ന് വരും. ഓക്കെ അല്ല, ഡയറക്റ്റ് ഞാൻ ആ സ്റ്റെപ്പ് ക്യാൻസൽ ചെയ്ത് ഡയറക്റ്റ് ചെയ്താൽ 2s² എന്ന് പറയുമ്പോൾ 2ന്റെ സ്ക്വയർ ചെയ്താൽ 4s² പ്ലസ് b² എന്ന് പറയുന്നത് p² മൈനസ് 2ab എന്ന് പറയുന്നത് 2 × 2s ആ 2 കൂടി മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 4sp എന്നായി. ഓക്കെ, ഡിവൈഡഡ് ബൈ 3t². 3നെ സ്ക്വയർ ചെയ്താൽ 9, ടീനെ സ്ക്വയർ ചെയ്താൽ t² പ്ലസ് p² മൈനസ് 2ab. 2 × 3 എന്ന് പറയുന്നത് 6tp എന്ന് വരും. 6tp ഈസ് ഈക്വൽ ടു 2s ഡിവൈഡ് ബൈ 3t എന്ന് വരും. ഓക്കെ, ഇനി ക്രോസ് മൾട്ടിപ്ലൈ ആട്ടെ. ഈ 3t ഈക്വൽ ടു അങ്ങോട്ടേക്കും ഈ ഡിനോമിനേറ്ററിൽ ഈക്വൽ ടു ഇങ്ങോട്ടും കൊണ്ടുവരാണ്. 3t × 4s² പ്ലസ് p² മൈനസ് 4sp ഈസ് ഈക്വൽ ടു 2s 2s × 9t² പ്ലസ് p² മൈനസ് ഈ ഈക്വൽ ടു ഇവിടെ ഉള്ളത് ഞാൻ ഈക്വൽ ടു അങ്ങോട്ട് കൊണ്ടുപോവാണ് 3tp. ഇത് അതേപോലെ തന്നെ ഇവിടെ എഴുതി ഈ 3t ഈക്വൽ ടു ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഈ 2s അതേപോലെ തന്നെ ഇവിടെ എഴുതി ഈ 3t ഈക്വൽ ടു ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഓക്കെ അല്ലേ, ക്രോസ് മൾട്ടിപ്ലൈ ആയിട്ട് ചെയ്ത് ഇതും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു, ഇതും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതി. ഓക്കെ അല്ലേ, ക്രോസ് മൾട്ടിപ്പിൾ ആണ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത് എന്ത് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 3t × 4s എന്ന് പറയുന്നത് 12s² പ്ലസ് 3p² മൈനസ് 3 × 4 എന്ന് പറയുന്നത് 12stp. അപ്പൊ ലെഫ്റ്റ് സൈഡ് കഴിഞ്ഞു. ഇനി അടുത്തത് റൈറ്റ് സൈഡ് ആണ്. റൈറ്റ് സൈഡിൽ 2s × 9t² എന്ന് പറയുന്നത് 18st² എന്ന് വരും. 2s × p² എന്ന് പറയുന്നത് പ്ലസ് 2sp² എന്ന് വരും. മൈനസ് 2s × 6t² എന്ന് പറയുന്നത് 2 × 6 എന്ന് പറയുന്നത് 12stp എന്ന് വരും. ഓക്കെ അല്ലേ, ഇതുവരെ ഇത് ക്ലിയർ ആണോ? ഇതുവരെ ഇത് ക്ലിയർ അല്ലേ? ഇനി അടുത്ത ഈ 12stയും ഞാൻ ക്യാൻസൽ ചെയ്ത് ഒഴിവാക്കാണ്. ഇനി ബാക്കി ഇവിടെ st² സ്റ്റീനും ഞാൻ ഒരു ഭാഗത്തേക്കും ഈ p വരുന്നതിന്റെ ഈക്വൽ ടു അങ്ങോട്ടേക്കും കൊണ്ടുപോവാണ്. ഇവിടെ 12s²t ഉണ്ട്. ഇവിടെ 18 പ്ലസ് അപ്പം കൊണ്ട് വരുമ്പോൾ 18st² എന്നും വരും. ഈക്വൽ ടു ഇവിടെ 2sp² ഉണ്ട്, ഇത് പ്ലസ് ആണ് ഈക്വൽ ടു കൊണ്ട് മൈനസ് 3p²t എന്ന് വരും. ഇത്ര എഴുതിയ കാര്യം ഓക്കെ അല്ലേ? ഇനി നമ്മൾ അടുത്ത് നോക്കേണ്ടത് നമ്മൾ ഓപ്ഷനിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം നോക്കാം. p² ഈസ് ഈക്വൽ ടു st², p ഈസ് ഈക്വൽ ടു 6st, 2p ഈസ് ഈക്വൽ ടു 3st അല്ലേ? ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് p ഈസ് ഈക്വൽ ടു എന്നുള്ള ഫോർമാറ്റിൽ വേണം നമുക്ക് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട്. p ഈസ് ഈക്വൽ ടു എന്നുള്ള ഫോർമാറ്റിൽ വേണം നമുക്ക് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിൽ പീനൊക്കെ ഞാൻ ഈക്വൽ ടുവിൻ്റെ ഒരു സൈഡിലേക്കും ആക്കിയിട്ടുണ്ട്. സ്റ്റീനെ p അല്ലാത്തതിനൊക്കെ ഈക്വൽ ടുവിൻ്റെ വേറൊരു സൈഡിലേക്കും ആക്കിയിട്ടുണ്ട്. എനിക്ക് p ഈസ് ഈക്വൽ ടു എന്നുള്ള ഫോർമാറ്റിലാണ് കിട്ടേണ്ടത്. ഓക്കെ അല്ലേ, p ഈസ് ഈക്വൽ ടു എന്നുള്ള ഫോർമാറ്റിലാണ് കിട്ടേണ്ടത്. ഇവിടെ p² വരുന്നുണ്ട്. അപ്പം ഞാൻ ഇതിൽ നിന്ന് p² കോമൺ ആയിട്ട് ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. ഓക്കെ, p ഈക്വൽ ടു എന്നുള്ള ഫോർമാറ്റിലല്ലേ വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ pനെ റൈറ്റ് സൈഡിൽ വെക്കാട്ടോ. ഇവിടെ ഓൾറെഡി 3p²t ഉണ്ട്. അപ്പം ഞാൻ ഈ 2sp² ഞാൻ ഈക്വൽ ടു ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ മൈനസ് 2sp² എന്ന് വന്നു. ഓക്കെ അല്ലേ, ഇതും ഞാൻ എഴുതി അല്ല. ഇനി അടുത്ത് എന്തൊക്കെ ബാക്കിയുള്ള ഇവിടെ ഓൾറെഡി 18st² ഉണ്ട്. ഓക്കെ, 18st² ഉണ്ട്, അതും ഞാൻ എഴുതി. ഇത് ഓൾറെഡി ക്യാൻസൽ ചെയ്തു. പിന്നെ എന്താ ബാക്കിയുള്ളത് 12, ഇത് ഈക്വൽ ടു ഇപ്പുറത്തെ സൈഡാണ്. ഈക്വൽ ടു അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 12s²t എന്ന് വന്നു. ഇത് ഈക്വൽ ടു ഇങ്ങോട്ട് ഇവിടെ ഈക്വൽ ടു ഉണ്ട്. ഈക്വൽ ടു ഇങ്ങോട്ട് വരുന്ന സമയത്ത് മൈനസ് 12st² എന്ന് വന്നു. ഓക്കെ അല്ല, p² ഞാൻ ഈക്വൽ ടു ഇപ്പുറത്തെ സൈഡിൽ തന്നെ വെച്ചു. അത്രേ ഉള്ളൂ കേട്ടോ. ഇനി ആ p² ഞാൻ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുകയാണ്. p² ഇവിടെ പിന്നെ ബാക്കി എന്താ ഉണ്ടാവുക, 3t ഉണ്ടാവും. ഇവിടെ എന്താ ബാക്കി ഉണ്ടാവും, മൈനസ് 2s ഉണ്ടാവും. ഓക്കെ, ഇവിടെ 18st² 12st² ഉണ്ട്. ഓക്കെ അല്ലെ, ഇവിടെ കിട്ടിയിട്ടുള്ള 3t മൈനസ് 2s ആണ് കിട്ടിയിട്ടുള്ളത്.
അപ്പൊ എനിക്കും ഇവിടെ ഈക്വൽ ടു അപ്പുറത്തെ സൈഡിലും 3t മൈനസ് 2s കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ, ഇത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ എനിക്ക് ഇവിടെ എന്താ കിട്ടേണ്ടത്, 3t മൈനസ് 2s വേണം. അങ്ങനെ കിട്ടുമോ എന്നുള്ള കാര്യമാണ് ഞാൻ നോക്കേണ്ടത്. എനിക്ക് ക്യാൻസൽ ചെയ്ത് ഒഴിവാക്കാണ് വേണ്ടത്. അപ്പൊ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് 3t എടുത്താൽ ഇവിടെ ബാക്കി എന്താ ഉണ്ടാവുക, 3 into 6 അല്ലേ 18 വരുന്നത്. അപ്പം ഇവിടെ ഒരു 6 ഉണ്ടാവും, പിന്നെ ST ബാക്കി ഉണ്ടാവും അല്ലേ. ഇനി ഇവിടെ നിന്നും 6ST എടുത്താൽ ബാക്കി എന്താ ഉണ്ടാവുക, 2s ബാക്കി ഉണ്ടാവില്ലേ. ഓക്കെ അല്ലേ. ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്തു, 3t എടുത്തു. 3t എടുത്ത അവിടെ ബാക്കി എന്തുണ്ടാവും, 6 ഉണ്ടാവും, s ഉണ്ടാവും, t ഉണ്ടാവും. ഇവിടെ ഞാൻ 2s എടുത്തു. 2s എടുത്ത അവിടെ ബാക്കി എന്തുണ്ടാവുക, 6ST എന്നാണ് ഉണ്ടാവുക. ദാറ്റ് മീൻസ് 6ST ഞാൻ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. പുറത്തേക്ക് എടുത്തപ്പോൾ ഇവിടെ 3t മൈനസ് 2s എന്നായി. പിന്നെ എനിക്കിത് ക്യാൻസൽ ചെയ്തുകൂടെ, ഞാൻ p² = 6ST. എനിക്ക് ആൻസർ ഉള്ളത് കിട്ടിയില്ലേ, p² = 6ST. p² = 6ST. ഓപ്ഷൻ എ. ഓക്കെ ആണ്, പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? ഓപ്ഷൻ നോക്കിയിട്ട് അതിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും നോക്കുക. ഇതിൽ ക്വസ്റ്റ്യൻ നമ്മളോട് പീൻ്റെതാണ് കാണാൻ പറഞ്ഞത്, പറയുന്നില്ല. പീന്റെ വാല്യൂ ആണ് p എന്ത് നല്ലൊരു p² അല്ലെ p എന്ന് ചോദിച്ചില്ല. നേരത്തെ ക്വസ്റ്റ്യനിൽ x² എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ p എന്നുള്ള ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ ഓപ്ഷനിലൊക്കെ p എന്നുള്ള ഫോർമാറ്റിലാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ p എന്നുള്ള ഫോർമാറ്റിലേക്ക് മാറ്റാം. ഓക്കെ അല്ല. ഇനി അടുത്ത 22ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, if p is to q is equal to 2 is to 3 and x is to y is equal to 4 is to 5, then the value of 5px plus 3, നേരത്തെ ചെയ്തിട്ടുള്ള സെയിം മെത്തേഡ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെ കേട്ടോ. പിക്ക് എന്ത് ചെയ്യാം, 2 എന്ന് കൊടുക്കുക, ക്യൂക്ക് എന്ത് ചെയ്യാം, 3 എന്ന് കൊടുക്കുക. പിക്ക് 2 എന്ന് കൊടുക്കുക, ക്യൂക്ക് 3 എന്നും കൊടുക്കുക, എക്സിന് 4 എന്നും കൊടുക്കുക, വൈക്ക് 5 എന്നും കൊടുക്കുക. ഓക്കെ അല്ലേ. പിക്ക് 2 എന്ന് കൊടുക്കുന്ന സമയത്ത് 5 into p എന്ന് പറഞ്ഞാൽ 2, 5 into 2 into x എന്ന് പറഞ്ഞാൽ 4 പ്ലസ് 3 into q എന്ന് പറയുന്നത് 3 into y എന്ന് പറഞ്ഞാൽ 5 ഈസ്റ്റു. ഇതാണ് ഫസ്റ്റ് ടേം ഉണ്ടാവുക. ഇനി സെക്കൻഡ് ടേം നോക്കുന്ന സമയം 3 into 3 into y എന്ന് പറയുന്നത് 5 ഈസ്റ്റു 10, p എന്ന് പറയുന്നത് 2, 10 into 2 into x എന്ന് പറഞ്ഞാൽ 4 പ്ലസ് 4 into q എന്ന് പറയുന്നത് 3, y എന്ന് പറഞ്ഞാൽ 5. ഓക്കെ അല്ലേ. അപ്പൊ ഞാൻ ഫസ്റ്റ് ഈസ്റ്റുവിന്റെ ഇപ്പുറത്തുള്ള നോക്കാണ്. ഫസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ വേണം നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിന്റെ ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അഡീഷൻ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ 5 into 2 into 4, 5 into 2 എന്ന് പറഞ്ഞാൽ 10, 10 into 4 എന്ന് പറഞ്ഞാൽ 14. അപ്പോൾ ഫസ്റ്റ് 14 പ്ലസ് 3 into 3 എന്ന് പറഞ്ഞാൽ 9, 9 into 5 എന്ന് പറഞ്ഞാൽ 35 പ്ലസ് 3 into 3 എന്ന് പറഞ്ഞാൽ 9, 9 into 5 എന്ന് പറഞ്ഞാൽ 45 ഈസ്റ്റു. ഇനി ഈക്വൽ ടു ഇപ്പുറത്തുള്ള 10 into 2, 2 എന്ന് പറഞ്ഞാൽ 20, 20 into 4 എന്ന് പറഞ്ഞാൽ 18 വരും. പ്ലസ് 4 into 3 ചെയ്യുക, 4 into 3 ചെയ്യുന്ന സമയത്ത് 12 എന്ന് കിട്ടും. 12 into 5 എന്ന് പറയുമ്പോൾ 16 വരും. ഓക്കെ അല്ലേ. ഇനി 14 പ്ലസ് 45 എന്ന് പറയുമ്പോൾ 95 ഈസ്റ്റു 18 പ്ലസ് 16 എന്ന് പറഞ്ഞാൽ 114 വരും. ഓക്കെ അല്ലേ. ഇതിനെ ഏറ്റവും സ്മോളസ്റ്റ് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. എന്നിട്ട് അതായിരിക്കും അപ്പൊ ആൻസർ എന്ന് വരുന്നത്. ഓക്കെ അല്ലേ. സിമ്പിൾ അല്ലേ. അത് നേരെ പിന്റെ വാല്യൂ ക്യൂന്റെ വാല്യൂ അതേപോലെ തന്നെ എക്സിന്റെയും വൈന്റെയും വാല്യൂ കൊടുക്കാം. ഇത് സ്മോളസ്റ്റ് ഫോർമാറ്റിലേക്ക് മാറ്റുന്നതിന് ഓരോ ഓപ്ഷൻ ഒന്ന് എടുക്കുക. ഏതോണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഡയറക്റ്റ് ആ വാല്യൂ കിട്ടുന്നത് നോക്കാം. 95 divided by 27 ചെയ്ത് നോക്കാം. 95 divided by 71 ചെയ്ത് നോക്കാം. ഏത് ചെയ്യുമ്പോഴാണ് ഈക്വൽ ആയിട്ട് വാല്യൂ വരുന്നത് നോക്കാം. അതായിരിക്കും ആൻസർ വരുന്നുണ്ടാവുക. ഓക്കെ അല്ലേ. 22 ഓപ്ഷൻ സി ആട്ടോ വരുന്നത്. ഓക്കെ, ഡയറക്റ്റ് വാല്യൂ കൊടുക്കുക. ഓപ്ഷൻ സി എന്ന് കിട്ടും കേട്ടോ. വാല്യൂ കൊടുക്കുക ഡയറക്റ്റ്. ഈ പിന്റെ വാല്യൂ 2 ക്യൂന്റെ വാല്യൂ 3 എക്സിന്റെ വാല്യൂ 4 വൈന്റെ വാല്യൂ 5 കൊടുക്കുക. ഏറ്റവും സ്മോളസ്റ്റ് ഫോർമാറ്റിലേക്ക് മാറ്റുമ്പോൾ 17:28 വരും. ഓക്കെ. ഇനി 23ാമത്തെ ക്വസ്റ്റ്യൻ. ദ നമ്പർ വിച്ച് വെൻ സബ്സ്ട്രാക്റ്റഡ് ഫ്രം ഈച്ച് ഓഫ് ദ ടേം ഓഫ് ദ റേഷ്യോ 19:31 reduce it to 1:4 is 19:31
19:31 എന്ന് പറഞ്ഞിട്ട് റേഷ്യോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഏതോ ഒരു നമ്പർ സബ്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് 1:4 എന്നായിട്ട് മാറുന്നാണ് പറയുന്നത്. അപ്പൊ ആ നമ്പർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ല? അപ്പൊ ഞാൻ ഓപ്ഷനിൽ തന്നെ എടുക്കുകയാണ്. എക്സും വൈനും പകരം ഡയറക്റ്റ് ഓപ്ഷൻ എടുക്കുക. ഫസ്റ്റത്തെ ഓപ്ഷൻ 15 ആണ്. അപ്പൊ ഞാൻ 19 15 മൈനസ് ചെയ്യാൻ 19 15 മൈനസ് ചെയ്താൽ 4 എന്ന് കിട്ടും. 31 15 മൈനസ് ചെയ്യാൻ -15 -15 31 50 മൈനസ് ചെയ്താൽ 16 എന്ന് കിട്ടും. 4:16 എന്ന് കിട്ടും. 4:16 ഏറ്റവും സ്മോളസ്റ്റ് ഫോർമാറ്റിലേക്ക് റെപ്രസെന്റ് ചെയ്യുമ്പോൾ 1:4 എന്ന് കിട്ടും. 4ഉം 4ൽ ഡിവിസിബിൾ ആണ്, 16ഉം 4ൽ ഡിവിസിബിൾ ആണ്. അപ്പോൾ 1:4 എന്ന് വരും. ഓക്കെ അല്ല? 1:4 എന്ന് വരും. ദാറ്റ് മീൻസ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയില്ലേ? 1:4 എന്നാണ് വരാന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പോൾ 1:4 തന്നെ വന്നിട്ടുണ്ട്. കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ ഏത് നമ്പർ കൊണ്ട് സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് 1:4 കിട്ടുക? 15 കൊണ്ട് സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് 1:4 എന്ന് കിട്ടുക. ഇനി വേണമെങ്കിൽ നമുക്ക് ഓപ്ഷൻ ബി കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 19:31 ആണ്. 5 കൊണ്ട് ഞാൻ സബ്സ്ട്രാക്ട് ചെയ്യാണ്. അപ്പോൾ 14:26 എന്നാണ് വരാം. 14:26 എന്ന് വരും. 14ഉം 26നും ഏറ്റവും സ്മോളസ്റ്റ് ഫോർമാറ്റിലേക്ക് റെപ്രസെന്റ് ചെയ്യുമ്പോൾ 1:4 എന്ന് കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി അല്ല. 14നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 14 എന്ന് കിട്ടും. 26നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6.5 എന്നാണ് കിട്ടുക. ദാറ്റ് മീൻസ് ഓപ്ഷൻ ബി അല്ല. നമുക്ക് 1:4 എന്നുള്ള റേഷ്യോ ഒരിക്കലും ചെറുതാക്കി കഴിഞ്ഞാൽ കിട്ടില്ല. ഓക്കെ, അപ്പോൾ 23ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഇനി 24ാമത്തെ ക്വസ്റ്റ്യൻ, ഡെയിലി ഏർണിങ്സ്. ഈ 24ാമത്തെ ക്വസ്റ്റ്യനെ കണ്ടിന്യൂസ് ആയിട്ട് മോക്ക് ടെസ്റ്റ് പേപ്പറിൽ ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. ഡെയിലി ഏർണിങ്സ് ഓഫ് 2 പേഴ്സൺ ആർ ഇൻ ദ റേഷ്യോ 4:5 ആൻഡ് ദർ ഡെയിലി എക്സ്പെൻസസ് ആർ ഇൻ ദ റേഷ്യോ 7:9. ഇഫ് ഈച്ച് സേവ്സ് 50 പെർ ഡേ, ദർ ഡെയിലി ഏർണിങ്സ് ഇൻ റുപ്പീസ് ആറ്. രണ്ടാൾക്കാരുണ്ട്. അവരുടെ ഡെയിലി ഏർണിങ്സ് എന്ന് പറയുന്നത് 4:5 അവരുടെ ഡെയിലി എക്സ്പെൻസ് എന്ന് പറയുന്നത് 7:9 ആണ്. അവരുടെ സേവിങ്സ് എന്ന് പറയുന്നത് 50 പെർ ഡേ ആണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ ഏർണിങ്സിന്റെ എത്രയാണ് അവരുടെ ഡെയിലി ഏർണിങ്സ് എന്നാണ് ചോദിക്കുന്നത്. ഇതിൽ നമ്മൾ എക്കണോമിക്കലി ഒരു ഇക്വേഷൻ ഉണ്ട്. ഇൻകം മൈനസ് എക്സ്പെൻസ് ഈസ് ഈക്വൽ ടു സേവിങ്സ്. ഓക്കെ, അല്ലെങ്കിൽ ഇൻകം മൈനസ് സേവിങ്സ് ഈസ് ഈക്വൽ ടു എക്സ്പെൻസ്. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ അല്ലേ? ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? എക്സ്പെൻസ് മൈനസ് ചെയ്ത് എന്ത് കിട്ടും? സേവിങ്സ് കിട്ടും അല്ലെ? അങ്ങനെയാണെങ്കിൽ അവർ 4:5 ആണ് എന്തെന്ന് പറയുന്നത്? സേവിങ്സ് എന്ന് പറയുന്നത്. അപ്പം ഫസ്റ്റത്തെ ആളുടേത് 4x ആണ് ഇൻകം എന്നുണ്ടെങ്കിൽ 7y എന്തായിരിക്കും? എക്സ്പെൻസ് ആയിരിക്കും. ഇത് തമ്മിൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 15 ആണെന്നാണ് പറയുന്നത്. ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് മൈനസ് ചെയ്താൽ 15 കിട്ടും എന്നാണ് പറയുന്നത്. ഇത് ഇക്വേഷൻ നമ്പർ 1. രണ്ടാമത്തെ ആളത് 5x മൈനസ് 9y എന്ന് പറഞ്ഞാൽ 15 ആണ് കിട്ടുക. ഇത് ഇക്വേഷൻ നമ്പർ 2. ഇത് രണ്ട് ഇക്വേഷൻ ആക്കി എടുത്തിട്ട് എക്സിന്റെ വൈന്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോഴാണ് ഇൻകം നമുക്ക് കിട്ടുക, ഡെയിലി ഏർണിങ്സ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഇതാണ് അതിന്റെ ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ എന്ന് നോക്കാം. ഇവരത് സേവിങ്സ് രണ്ടാൾക്കാരത് എത്ര എന്ന് പറഞ്ഞാൽ 50 എന്ന് പറഞ്ഞിട്ടുള്ള. ഓപ്ഷൻ എ നോക്കുന്ന സമയത്ത് ഈ ഫസ്റ്റത്തെ ആള് 40 ഏർണിങ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 50 അയാൾക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റൂല. അപ്പൊ ഓപ്ഷൻ എ അല്ല എന്തായാലും. ഓക്കെ, ഇനി ബി നോക്കുന്ന സമയത്തും രണ്ടാമത്തെ ആൾക്ക് 50 സേവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഓപ്ഷൻ ബി അല്ല. ഇനി ഓപ്ഷൻ സി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അവരുടെ ഏർണിങ്സിന്റെ റേഷ്യോ 4:5 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 400:500 എന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും സ്മോളസ്റ്റ് 400:500 എന്ന് പറഞ്ഞാൽ ഈ സീറോസ് ക്യാൻസൽ ചെയ്താൽ 4:5 എന്നായില്ലേ? ഫസ്റ്റത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ലേ? 4:5 എന്ന് കിട്ടുന്നില്ല. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താ പറയുന്നത്? അവരുടെ എക്സ്പെൻസിന്റെ റേഷ്യോ 7:9 ആണെന്നാണ് പറയുന്നത്. എക്സ്പെൻസിന്റെ റേഷ്യോ 7:9 ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സേവിങ്സ് 15 ആണ് പറയുന്നത്. അപ്പോൾ 400 മൈനസ് ചെയ്താൽ 350 എന്ന് കിട്ടും. 500 15 എക്സ്പെൻസ് സേവിങ്സ് മൈനസ് ചെയ്താൽ 450 എന്ന് കിട്ടും അല്ല. അപ്പോൾ ഇവരുടെ എക്സ്പെൻസ് വരുന്നത് 350ഉം 450ഉം ആണ്. ഇതിന്റെ റേഷ്യോ വരുന്നത് 7:9 ആണെന്നാണ് പറയുന്നത്. ആ കണ്ടീഷനും കൂടി സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടോ നോക്കണം. ഈ സീറോയും ക്യാൻസൽ ചെയ്തു. രണ്ടും 5ൽ ഡിവിസിബിൾ ആണ്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7:9 എന്ന് കിട്ടുന്നുണ്ട്. എക്സ്പെൻസിന്റെ റേഷ്യോ 7:9. ഇവർ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആവുന്നത് ഓപ്ഷൻ സി 400,500 ആണ്. ദാറ്റ് മീൻസ് രണ്ടാൾക്കാരുടെ ഏർണിങ്സ് എന്ന് പറയുന്നത് 400ഉം 500ഉം ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണോ പറഞ്ഞത്? ഒന്നെങ്കിൽ ഇക്വേഷൻ ഉണ്ടാക്കിയിട്ട് അതിൽ എക്സിന്റെ വൈന്റെ വാല്യൂ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഓപ്ഷൻ എന്ന് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, 25ാമത്തെ ക്വസ്റ്റ്യൻ.
The ratio between the speed of two trains is 7:8. If the second train runs 400 km in 5 hours, the speed of first train is. രണ്ട് ട്രെയിൻ ഉണ്ട്. ആ രണ്ട് ട്രെയിനിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 7:8 ആണ്. 7:8 ആണ് രണ്ട് ട്രെയിനിന്റെ സ്പീഡിന്റെ റേഷ്യോ എന്ന് പറയുന്നത്. അതിൽ രണ്ടാമത്തെ ട്രെയിന് 400 കിലോമീറ്റർ 5 ഹവറിൽ കവർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റത്തെ ട്രെയിനിന്റെ സ്പീഡ് എത്ര ആണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, രണ്ടാമത്തെ ആളുടെ സ്പീഡ് എത്ര എന്നുള്ള കാര്യം നോക്കണം. രണ്ടാമത്തെ ട്രെയിന് 400 കിലോമീറ്റർ കവർ ചെയ്യുന്നത് 5 മണിക്കൂറിലാണ്. അപ്പോൾ 1 മണിക്കൂറിൽ അയാൾ 400 കിലോമീറ്റർ കവർ ചെയ്യുന്നത് 5 മണിക്കൂറിലാണ്. 400 ഡിവൈഡഡ് ബൈ 5 ഹവർ ചെയ്താൽ എന്ത് കിട്ടും? ഒരു ഹവറിൽ പെർ ഹവറിൽ അയാൾ എത്ര കിലോമീറ്റർ കവർ ചെയ്യുന്നുണ്ട്? 18 കിലോമീറ്റർ പെർ ഹവർ ആണ് അയാളുടെ സ്പീഡ് എന്ന് പറയുന്നത്. ഒരു ഹവറിൽ അയാൾ എത്രയാണ് കവർ ചെയ്യുന്നത്? 80. 400 ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ 80 എന്ന് കിട്ടും. അപ്പൊ രണ്ടാമത്തെ ട്രെയിനിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 80 ആണ്. ഓക്കെ, ഒരു ഹവറിലേക്ക് എത്രയാണെന്ന് നോക്കി. ഒരു ഹവറിൽ അയാൾ കവർ ചെയ്യുന്നത് 80 കിലോമീറ്റർ. അപ്പൊ ആ ട്രെയിനിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 80 കിലോമീറ്റർ ആണ് ആ ട്രെയിനിന്റെ സ്പീഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ട്രെയിനിന്റെ സ്പീഡ് 80 ആണെന്നുണ്ടെങ്കിൽ രണ്ട് ട്രെയിനിന്റെയും സ്പീഡിന്റെ റേഷ്യോ 7:8. രണ്ടാമത്തെ ട്രെയിനിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 80 ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ട്രെയിനിന്റെ സ്പീഡ് എത്ര ആയിരിക്കും? 70 ആയിരിക്കും വരുന്നുണ്ടാവുക. ഓപ്ഷൻ സി. 8ലേക്ക് 10 മൾട്ടിപ്ലൈ ചെയ്താലാണ് 18 കിട്ടുക. അപ്പൊ 7ലേക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇൻറ്റു 10 തന്നെ ചെയ്യണം. അപ്പൊ 17 കിട്ടി. 17 കിലോമീറ്റർ പെർ ഹവർ. ഫസ്റ്റത്തെ ട്രെയിനിന്റെ സ്പീഡ് എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റത്തെ ട്രെയിനിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 70. ഓക്കെ ആണോ? എത്ര ഡിസ്റ്റൻസ് ആണോ കവർ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് എത്ര ഹവറിലാണോ കവർ ചെയ്തിട്ടുള്ളത് ഡിവൈഡ് ചെയ്തു. 400 കിലോമീറ്റർ കവർ ചെയ്യാൻ വേണ്ടി 5 മണിക്കൂർ എടുക്കേണ്ടി വന്നു. അപ്പോൾ 1 മണിക്കൂറിൽ 80. ഒരു സ്പീഡ് നമ്മൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുക പെർ ഹവറിലായിരിക്കും. ഒരു ഹവറിൽ എത്ര കവർ ചെയ്തു എന്നുള്ളതാണ് നമ്മൾ സ്പീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് റേഷ്യോ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തോന്നുന്നുണ്ടാവും. ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക. ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എവിടെ സ്റ്റെക്ക് ആവുന്നത് എന്നുള്ള കാര്യം ഐഡന്റിഫൈ ചെയ്യുക. അത് തിരുത്താം. എത്രയും സ്പീഡിൽ തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യും. ഓക്കെ അല്ല, റേഷ്യോന്റെ ബേസും പിന്നെ കുറച്ച് പ്രോപ്പർട്ടീസും മാത്രമേ ഈ യൂണിറ്റിൽ എടുത്തിട്ടുള്ളൂ. വേറെ കൺസെപ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. റേഷ്യോ മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ.